കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. വെച്ചിരിക്കുന്ന 2 മീഡിയം സവോള ഇട്ട് കൊടുക്കുക. നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുത്തേക്കാം. തക്കാളി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തക്കാളി ഒന്ന് വഴണ്ട് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനകത്തോട്ട് ആവശ്യം ഒരു മീഡിയം ഫയറിൽ വെച്ചിട്ട് നമുക്ക് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി വെട്ടിത്തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് റെഡിയായി. നമുക്കിതിനകത്തോട്ട് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല അവസാനമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ അതിനകത്തുണ്ടാവും. ഇപ്പോൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നവർക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ലാസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഈ സമയത്ത് കടുക് താളിക്കേണ്ടവർക്ക് കടുക് താളിച്ച് കൊടുക്കാം. ഞാനവിടെ അത് സ്കിപ്പ് ചെയ്യുകയാണ്. ഞാൻ കടുക് പൊട്ടിക്കാതെയാണ് ഉപയോഗിക്കുന്നത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന അടിപൊളി ചിക്കൻ കറി റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം നമ്മുടെ ചൂട് ചിക്കൻ കറി റെഡിയാണ്. എന്നാൽ പോരെ, ചോറിന് കൊടുത്ത് നമുക്ക് കഴിക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫുൾ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക.